ഇപ്പോൾ കേരളത്തിലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അത് ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശത്തിന്റെ ഭാഗമാണ്. ആമേഴിഞ്ഞാൻ തോടിന്റെ താഴേക്കുള്ള പ്രവർത്തികൾ നടക്കുന്ന ഇറിഗേഷനാണ്. പ്രവർത്തികൾ നടക്കുന്നുണ്ട്. 10-25 കോടി രൂപയുടെ പദ്ധതി നടത്തിയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഈ ഫ്ലഡ് ഓവർ ആകാതെ തമ്പാനൂരിനെ പോലും നമുക്ക് സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞത്. ഇത് രണ്ട് രീതിയിലുള്ള നേച്ചറായി പറയുന്നത്. നമ്മുടെ ആ ഒരു പ്രദേശവും ഈ പറയപ്പെടുന്ന പ്രദേശവുമായിട്ടൊരു വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും അതങ്ങനെ റെയിൽവേയും കൂടെ സഹകരിച്ചുകൊണ്ടേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. തീർച്ചയായിട്ടും വലിയ വേദനാജനകമായി പോയി. ആ കാര്യങ്ങൾ ഏതായാലും അവിടെ അങ്ങനെ നിലയിൽ തുടരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റും മുഖാന്തരവും മറ്റു കാര്യങ്ങളിലോ ചെയ്യേണ്ട അത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു സൂചനയോ കാര്യങ്ങളോ തരുന്ന ഘട്ടത്തിലെല്ലാം ഞങ്ങൾ പരിശ്രമിക്കും, അത് ശ്രദ്ധിക്കാറുണ്ട്. ഈ കാലങ്ങളായി അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അവിടെ മേയർഗേഷൻ അവിടെ ആ ഭാഗത്ത് അങ്ങനെ ഒരു വർക്ക് ഇതിനു മുമ്പ് ചെയ്തതായിട്ട് ഞാൻ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. റെയിൽവേയും കൂടി കുറെ ഉത്തരവാദിത്വബോധത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നത് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അവരുടെ പാളത്തിനടിയിലാണ് റെയിൽവേ ഇതിന്റെ അടിയിൽ കൂടിയുള്ളൊരു പ്രദേശമാണ്. നമുക്ക് അതിന്റെ പെർമിഷൻ അവിടെ കയറി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇത് ചെയ്യാനോ ഒന്നും കഴിയുന്നൊരു സ്ഥിതിയല്ല ഉള്ളത്. ഏതായാലും അത് ഭാവിയിലേക്കെങ്കിലും ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ പരിശ്രമം തീർച്ചയായിട്ടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സഹകരണം കൊടുക്കണോ അത് ഭാവിയിലേക്കാണെങ്കിലും കൊടുക്കാൻ തയ്യാറാകും. ഒരു കൂട്ടുത്തരവാദിത്വം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനകത്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയായിരുന്നു ഇത്തരം കാര്യങ്ങളെ മുൻകാലങ്ങളിൽ കണ്ടിരുന്നത് എന്നുള്ളതാണ് ഞാൻ ബോധ്യപ്പെടുത്തിയത്. ഇത്രയും വർഷങ്ങളായിട്ട് അതിന്റെ ഒരു സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുന്നില്ല. വലിയ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. 25 കോടിയുടെ പദ്ധതി എന്നൊക്കെ പറയുന്നത് വലിയ പദ്ധതിയാണ്. അപ്പോഴൊരു മാറ്റം അല്ല, താഴേക്ക് അതിന്റെ മാറ്റങ്ങളുണ്ട്. ഇല്ല. ഇപ്പൊ നമ്മൾ പ്രത്യക്ഷത്തില് പണ്ട് തമ്പാനൂര് ഒരു നല്ല മഴ പെയ്ത റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങൽ പോലും പാടായിരുന്നു. നമ്മൾ മുട്ടാളം വെള്ളത്തിലേക്കാണ് തമ്പാനൂർ പോയി ഇറങ്ങുന്നത്. അപ്പൊ ആ വെള്ളം ഡിസ്ചാർജ് ചെയ്യാന്നുള്ളതാണുള്ള ആവശ്യം. അതിനുവേണ്ടി കഴിയുന്നത്ര സോഴ്സിനെ അതിന്റെ ഡെപ്തും വിട്ടും എല്ലാം ക്ലിയർ ചെയ്ത് കൂടുതൽ വെള്ളം നമുക്ക് സ്പില്ല് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തികൾ തുടർന്ന് വരുന്നുണ്ട്. പിന്നെ ചെറിയ തോതിലല്ലല്ലോ, നമുക്ക് വരുന്ന മഴയുടെ ഇപ്പോഴത്തെ അളവും മഴയുടെ രീതിയും സ്വഭാവവും എല്ലാം പഴയതിനേക്കാൾ മാറി. ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ഒരു ഡ്രെയിനേജിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വെള്ളമാണ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പെയ്യുന്ന മഴയിൽ നിന്ന് നമുക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന മാറ്റത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പഠിച്ച് വരുംകാല പദ്ധതികൾ കുറെ കൂടി ഭാവനാപൂർവ്വം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ടെന്നാണ് കരുതുന്നത്. കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ഇറിഗേഷന്റെ പദ്ധതികൾ നടക്കുന്നത്. അല്ല, അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സഹകരിക്കാറുണ്ട്. അവർ പരസ്പരം ആലോചിക്കാറുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. തിരുവനന്തപുരത്ത് 1-2 മീറ്റിംഗുകൾ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് എടുത്തു. ഞാനും PWD മന്ത്രിയും ഇൻക്ലൂഡിംഗ് മേയർ ഉൾപ്പെടെ ഇതിന്റെ ആദ്യഘട്ടത്തിൽ നമ്മുടെ ഹോട്ടൽ സ്കിൽ സ്കൂളിന്റെ അവിടെ പോയി അവിടെ ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ പൈപ്പ് വരുന്നതുകൊണ്ട് ഇതെല്ലാം മാറ്റി കഴിഞ്ഞ് പറഞ്ഞൊക്കെയാണ് ഞങ്ങൾ ഒരുമിച്ച് പോയി നോക്കി. അതെല്ലാം പരിഹരിച്ചാണ് ഓർക്കുന്നുണ്ട്. കഴിയുന്നത്ര പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട്. അത് ഓരോന്നും നമുക്ക് കുറച്ചും കൂടി പ്ലാൻ ചെയ്ത് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. മറ്റൊന്ന് ഈ തീരദേശത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ്. കൊച്ചിയിൽ പ്രത്യേകിച്ച് ചെല്ലാനം 2ാം ഘട്ടമൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. എടവനക്കാട് പോലുള്ള വിഷയം നിൽക്കുന്നുണ്ട്. ഈ ചെല്ലാനം 2ാം ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യഘട്ടം കഴിഞ്ഞ് 2ാം ഘട്ടത്തിലേക്കുള്ള പ്രപ്പോസൽസ് എല്ലാം നമ്മൾ തയ്യാറാക്കി. നമുക്കിതിന്റെ വിഷയം NCCRന്റെ റിപ്പോർട്ട് നമുക്ക് അനിവാര്യമാണ്. നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് അവരാണ് നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് നമുക്ക് തരേണ്ടത്. ഞങ്ങളെ ഇപ്രാവശ്യം വളരെ കാര്യമായിട്ട് വീണ്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ശ്രദ്ധപ്പെടുത്തി. ഇപ്പോൾ ഹോട്ട്സ്പോട്ടിൽ 5 റിപ്പോർട്ട് കൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇത് താമസിയാതെ തന്നെ ഇനി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് ഇത്തരം പ്രവർത്തികളിലേക്ക് പോകാനായിട്ട് കഴിയും. അതോടൊപ്പം എടവനക്കാട് ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥിരമായിട്ടാണ് മനസ്സിലാക്കിയത്. ഇപ്പോൾ ഞാൻ എന്നോട് പിതാക്കന്മാർ സംസാരിക്കുകയായിരുന്നു. അവിടെ ഈ റോഡ് ഗതാഗതം ഈ മണൽ കയറി വന്ന് മൂടി നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ടെന്ന് ഇപ്പം എന്നോട് സൂചിപ്പിച്ചു. ഞാൻ ഇപ്പം തന്നെ ഞങ്ങളുടെ അയ്യാന്റെ ചീഫ് എഞ്ചിനീയറെ വിളിച്ച് സംസാരിച്ചു. എക്സിക്യൂട്ടീവിനോട് നേരിട്ട് പോയി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു. ആ മണൽ മാറുകയാണ് ആവശ്യം. ഇപ്പോൾ ഗതാഗതമാണല്ലോ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുന്നതുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റുന്നതിന് എന്താണ് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എടവനക്കാടിനും കൂടി ഹോട്ട്സ്പോട്ടിന്റെ പേര് അല്ലെങ്കിലും തതുല്യമായ രീതിയിലുള്ള പരിഗണന കൊടുത്ത് കൊണ്ടുപോകുന്നതിന്റെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.